താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും വിവാദങ്ങൾ പുകഞ്ഞു കത്തുകയാണ്. മെമ്മറി കാർഡ് വിവാദത്തിൽ പരാതികളും ആരോപണങ്ങളും തുടരുന്നു. അമ്മ സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് മമ്മൂട്ടിയോ മോഹൻലാലോ വന്നില്ലെങ്കിൽ സംഘടന തകരുമെന്ന സംവിധായകൻ വിനയൻ പറഞ്ഞു. വിനയന്റെ വാക്കുകളിലേക്ക്. സിനിമാ രംഗം ആകെ കുളമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോമാണ് ഇത്തരം കേസുകളൊക്കെ ചേതര പേരി കൊടുത്തത്. അതിൻ്റെ യാതൊരു അതിൻ്റെ ഒരു മാന്യത പോട്ടെ, നിയമപരമായിട്ടുള്ള യാതൊരു വിധ അവസ്ഥാന്തരവും ഇല്ലാത്ത ഒരു കേസ് കുത്തിപ്പൊക്കി അവരെ മോശക്കാരിയാക്കുക, അതൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പാകില്ല. അതിപ്പോൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കലാകാരന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് അമ്മയുടെ ഒരു അവസ്ഥ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയുടെ നേതൃത്വത്തിലോട്ട് അമ്മയെ നിയന്ത്രിക്കാൻ മോഹൻലാലോ മമ്മൂട്ടിയോ വന്നില്ലെങ്കിൽ വലിയ പ്രശ്നം ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കൊച്ചിയിൽ നിന്ന് തിയോഫിൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, ഓഗസ്റ്റ് 15-നാണ് അമ്മയിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ ദിവസങ്ങൾ അടുക്കും തോറും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും താരസംഘടനയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പരസ്യ പ്രതികരണം താരസംഘടന വിലക്കി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. വിലക്ക് ലംഘിച്ചാൽ കർശന നടപടി എന്നാണ് തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ നൽകുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, അമ്മയിലെ ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി ഈ വരണാധികാരികൾ നൽകുന്നുണ്ട്. തിയോഫിൻ, ഇതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വിവരങ്ങളിലേക്ക്. ആര്യ, ഈ അമ്മയിലെ പ്രതിസന്ധി, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, തർക്കങ്ങൾ, മെമ്മറി കാർഡ് വിഷയം, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങളും ഇതെല്ലാം പുകഞ്ഞ് കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അമ്മയിലെ അംഗങ്ങൾ പരസ്യമായി പ്രതികരണം നടത്തരുത് എന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ അറിയിച്ചിരിക്കുന്നത്. ഈ 15-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏറ്റവും പുതിയ വരെ ഇപ്പോൾ നമുക്ക് നൽകാനുള്ളത് ഈ പരസ്യ പ്രതികരണം ഇനി താരങ്ങളാരും നടത്തരുത് എന്ന നിർദ്ദേശമാണ്, കർശന നിർദ്ദേശമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ നൽകിയിട്ടുള്ളത്. 15-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഈ വാദപ്രതിവാദങ്ങളും പരസ്യ പ്രതികരണങ്ങളും ഒക്കെയായി നിരവധി വിഷയങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ ആ മെമ്മറി കാർഡ് വിഷയം ഉൾപ്പെടെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരാതികളും കേസുകളും എല്ലാം കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് സംഘടനയുടെ ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന നിലയിലേക്ക് എത്തിയതോടുകൂടിയാണ് അടിയന്തരമായി തന്നെ വരണാധികാരികൾ കർശന നിർദ്ദേശം നൽകിയത്. അമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം, ആഭ്യന്തര വിഷയങ്ങളിലൊന്നും പരസ്യ പ്രതികരണം ആരും നടത്തരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. നമുക്കറിയാം, അമ്മ സംഘടനയിൽ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസം കഴിഞ്ഞതോടുകൂടി ചിത്രം വ്യക്തമായതാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനുമാണ് മത്സരിക്കുന്നത് എന്നത് വ്യക്തമായതാണ്. ഇതിനിടെയാണ് നേരത്തെ പലപ്പോഴും ഈ പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കൊക്കെ നാമനിർദ്ദേശ പത്രിക നൽകിയവർ, അവർക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ മുന്നോട്ട് വരുന്നത്. ശ്വേതാ മേനോൻ മത്സരിക്കാൻ തയ്യാറായപ്പോൾ ഒരു വനിത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്ന അതിനൊരു അവസരം വഴിയൊരുങ്ങട്ടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തതാണ്. മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആവുന്നെങ്കിൽ അത് നന്നായിരിക്കുമെന്ന അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. ജഗദീഷ് തന്നെ നേരത്തെ പറഞ്ഞു, ശ്വേതാ മേനോൻ പത്രിക നൽകിയെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശ്വേതാ മേനോനെ പ്രസിഡന്റ് ആക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പത്രിക പിൻവലിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. അങ്ങനെ എല്ലാവരും ശ്വേതാ മേനോൻ ഒരു വനിത പ്രസിഡന്റ് ആവട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. തന്നെയുമല്ല, ഈ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസത്തേക്ക് എത്തിയപ്പോഴാണ് മോഹൻലാൽ മത്സരത്തിനില്ല എന്ന് വ്യക്തമായത്. ആ സാഹചര്യത്തിലാണ് താൻ പത്രിക നൽകിയതെന്ന് ദേവനും പറഞ്ഞു. എന്തായാലും നിലവിൽ ദേവനും ശ്വേതാ മേനോനും തമ്മിലുള്ളൊരു നേരിട്ടുള്ള മത്സരമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അതിനിടയിലാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയ കുക്കു പരമേശ്വരനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നത്. പൊന്നമ്മ ബാബു ആണ് ആദ്യം പരസ്യമായി തന്നെ പ്രതികരിച്ചത്. മാധ്യമങ്ങളെ കണ്ട പൊന്നമ്മ ബാബു പറഞ്ഞത്, ഈ നേരത്തെ വനിതാ സിനിമാ പ്രവർത്തകരും നടിമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു യോഗം ചേർന്നിരുന്നു. മീട്ടു ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ എല്ലാവരും പരസ്പരം പങ്കുവച്ച് തുടർച്ചയായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, ഇതിനെതിരെ പ്രതികരിക്കണമെന്ന ഒരു തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുക്കു പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ വനിതാ താരങ്ങളെ ഉൾപ്പെടെ യോഗത്തിന് വിളിക്കുകയും ചെയ്തു. ഈ യോഗം ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിച്ചു. അതിന് നിർദ്ദേശം നൽകിയത് കുക്കു പരമേശ്വരനായിരുന്നു. ആ ക്യാമറ കണ്ടപ്പോൾ പല താരങ്ങളും ചോദിക്കുകയും ചെയ്തു, എന്തിനാണ് രഹസ്യമായി കൂടുന്ന ഒരു യോഗത്തിന് ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് എന്ന്, അതൊരു തെളിവായി ഇരിക്കട്ടെ എന്ന് പറയുകയും അത് താരങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് പിന്നീട് കുക്കു പരമേശ്വരൻ അറിയിച്ചത്. അതുകൊണ്ടാണ് അത് സംഘടനയ്ക്കുള്ളിൽ നേരത്തെ നിലനിന്നിരുന്ന വിഷയമാണ്. പക്ഷേ
കുക്കു പരമേശ്വരൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് നേരത്തെ ഇങ്ങനൊരു വിഷയമുണ്ട്. ഒരു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു പോയെന്ന്, കാരണം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ഒരു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു പോയെന്ന് കുക്കു പരമേശ്വരൻ പറയുന്നു. ആ സാഹചര്യത്തിൽ കുക്കു പരമേശ്വരനെതിരെ പരസ്യമായി പ്രതികരണവുമായി പൊന്നമാവാബു രംഗത്തെത്തി. അതിന് പിന്നാലെ പ്രിയങ്ക പ്രതികരിച്ചു, മറ്റു താരങ്ങൾ പ്രതികരിച്ചു, ഉഷ പ്രതികരിച്ചു, ഉഷ ഹസീന. അങ്ങനെ പിന്നീടാണ് കുക്കു പരമേശ്വരനെതിരെയുള്ളൊരു പരാതി വരുന്നത്. ഈ തങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു മെമ്മറി കാർഡ് അത് നഷ്ടപ്പെടുത്തി അത് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുള്ള പരാതി വരുന്നു. ഇതിനെതിരെ കുക്കു പരമേശ്വരൻ്റെ ഒരു പരാതി ഇന്നലെ ഉണ്ടാകുന്നു. പോലീസ് DGPക്ക് പരാതി നൽകുന്നു, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നു. ഇതെല്ലാം നിരവധി ഇങ്ങനെയുള്ള വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ, കേസുകൾ. ഇതിനിടെയാണ് ശ്വേതാ മേനോനെതിരെ ഒരു വ്യക്തി ഒരു പരാതി കൊടുക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളുടെ രംഗങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. അതിലൂടെ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതെന്നെല്ലാം ആരോപിക്കുന്നു. അവരെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് അവർ നേട്ടമുണ്ടാക്കുന്നതെന്ന് ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ കേസുമായി പോകുന്നു. ആ കേസ് പിന്നീട് കോടതി അത് സ്റ്റേ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്ത് കോടതി നിർദ്ദേശപ്രകാരം സെൻട്രൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ ശ്വേതാ മേനോൻ എന്തായാലും ആശ്വാസമാണ്. പക്ഷേ ഇത്തരം കേസുകൾ ഇങ്ങനെ ആർക്കും താരങ്ങൾക്കെതിരെ പരാതി ഉന്നയിക്കാം, എന്ന് അഭിനയിച്ച ഒരു ചിത്രത്തിൻ്റെ പേരിലും പരാതി ഉന്നയിക്കാം. ഒരുപക്ഷെ പുതിയതായി വരുന്ന ഒരു സിനിമയുടെ പേരിൽ ഇത്തരത്തിലൊരു കേസുമായി വന്നാൽ പോലും അത് താരങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും, സിനിമാ മേഖലയുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നതുകൊണ്ട് താരങ്ങൾ കർശനമായി വളരെ കാര്യമായി തന്നെ പ്രതികരിച്ചു. ഇന്നലെ വിനയൻ അതുകൊണ്ടാണ് ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സിനിമാ മേഖല നശിക്കണമെന്ന് കാണുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം കേസുമായി വരുന്നതെന്ന് വിനയൻ പ്രതികരിച്ചു. എന്തായാലും നിലവിൽ അമ്മ സംഘടനയിലെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആര് പരസ്യ പ്രതികരണം നടത്തേണ്ടെന്ന നിർദ്ദേശം വരണാധികാരികൾ കൊടുത്തിട്ടുണ്ട്. ആര്യ, തീർച്ചയായും തിയോഫിൻ, ഇനി ഒരാഴ്ച കൂടി മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന് ഉള്ളൂ. ശക്തമായൊരു മത്സരത്തിനാണ് ഈ താരസംഘടനയിൽ കളമൊരുങ്ങുന്നത്. ഇപ്പോൾ തിയോഫിൻ ഈ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആര്യ, തീർച്ചയായും. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഈ പുകഞ്ഞു കത്തുന്ന വിവാദങ്ങൾ, മെമ്മറി കാർഡ് വിവാദം, അതോടൊപ്പം ശ്വേതാ മേനോനെതിരെ വന്ന പരാതി, ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒരു സംശയം, അത് ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നൊരു സംശയം താരങ്ങൾക്കുമുണ്ട്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ്, അതായത് ഇത്രയും കാലം 3 പതിറ്റാണ്ടിനിടയിലുള്ള സമയത്ത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്, കൃത്യമായ ഒരു നോമിനേഷൻ നൽകി ഒരു വരണാധികാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം ആദ്യമായി തന്നെയാണ് അമ്മയിൽ വരുന്നത്. സാധാരണ ഒരു പാനൽ തയ്യാറാക്കുന്ന, എല്ലാവരും അംഗീകരിച്ച് ഒരു വോട്ടിനിട്ട് അത് പാസ്സാക്കുന്ന ഒരു രീതിയിലാണ്. എല്ലാവരും അംഗീകരിച്ച പൊതു സമ്മതരായ ഒരു ഗ്രൂപ്പ് ആളുകൾ അവർ തലപ്പത്തേക്ക് വരുന്നു. പ്രസിഡന്റിനെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അങ്ങനെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരം വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് ഇത് നയിക്കും. കാരണം ഒരുപക്ഷെ ഈ അംഗങ്ങളായുള്ളവർക്ക് ഈ കാര്യങ്ങളിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നൊരു സാഹചര്യം കൂടി വന്നു. പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് വലിയ വാർത്തകളായി മാറുന്നു. തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നു, കേസുകൾ വരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരസ്യ പ്രതികരണം വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിയത്. കാരണം തെരഞ്ഞെടുപ്പിനെ ഇത് കാര്യമായി ഇനി ബാധിക്കരുതെന്ന ഒരു ലക്ഷ്യം കൂടി ഈ ഒരു നിർദ്ദേശത്തിന് പിന്നിൽ വരണാധികാരികൾക്കുണ്ട്. ആര്യ, ശരി, എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ പരസ്യ പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് താരസംഘടന. അമ്മയിലെ ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടരുത്, അല്ലെങ്കിൽ സംസാരിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി ഈ സംഘടന മുന്നോട്ട് വെക്കുന്നുണ്ട്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.